സഹോദരങ്ങളെ, ലോകത്തിൻ്റെ നാനാദിക്കുകളിലുമുള്ള മുസ്ലിമീങ്ങൾ പരിശുദ്ധ ഹജ്ജ് കർമ്മം ഉദ്ദേശിച്ച് യാത്ര പുറപ്പെടുന്ന, ഹജ്ജിനു വേണ്ടി പരിശുദ്ധ ഹറമിൻ്റെ ഭൂമിയിൽ എത്തിച്ചേരുന്ന നമ്മുടെ നാട്ടിൽ നിന്നും പല സംഘങ്ങളായി പുറപ്പെട്ട് കഴിയുകയും പുറപ്പെട്ടുകൊണ്ടിരിക്കുകയും പുറപ്പെടാനിരിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തെ കാര്യമായ ഹജ്ജ് കർമ്മം അത് നിർവഹിക്കാനിരിക്കുന്ന കാലയളവാണ് ഇൻഷാ അല്ലാഹ് ഇനി വരാനിരിക്കുന്നത്. ഹജ്ജിനു വേണ്ടി അതുദ്ദേശിച്ച് ലോക മുസ്ലിമീങ്ങൾ ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും യാത്ര പുറപ്പെടുന്ന ഈ സാഹചര്യത്തിൽ അതിന് സാധിക്കാത്ത ആളുകൾ സാമ്പത്തികമായോ ശാരീരികമായോ സാഹചര്യവശാലോ പരിശുദ്ധ മക്കയിൽ പോയി ഹറമിൻ്റെ ഭൂമികയിൽ ചെന്നെത്തി കഅബയെ പുൽകി ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത മുസ്ലിമീങ്ങൾ, അവർ ഹജ്ജ് ചെയ്യാതെ അവർക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം നേടാവുന്ന കാര്യങ്ങൾ, ഹാജിമാരാകാതെ ഹാജിമാർ നേടുന്ന ഹജ്ജിൻ്റെ പ്രതിഫലം പൂർണ്ണമായും നേടാവുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്ത് സമ്പത്തൊടുക്കി ശാരീരികമായ പ്രയാസങ്ങൾ സഹിച്ച് മക്കയിലേക്ക് ഹറമിലേക്ക് എത്താൻ സാധിക്കാത്തവർക്ക് അവിടെ എത്തി ഹജ്ജ് നിർവഹിക്കുന്നവർക്ക് രേഖപ്പെടുത്തുന്ന പൂർണ്ണമായ ഹജ്ജിൻ്റെ പ്രതിഫലം നേടാവുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ഉമ്മത്തിനെ സന്തോഷ വാർത്തയായി അറിയിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്തവർ ഭൗതികമായ കാര്യകാരണങ്ങളെ, തങ്ങളുടെ ആരോഗ്യത്തെ, സാമ്പത്തിക ശേഷിയെ, ഭൗതിക നിലവാരത്തെ വിലയിരുത്തുമ്പോൾ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ പോലും എനിക്കത് സാധിക്കില്ല എന്ന പ്രതീക്ഷ അസ്തമിച്ചു പോയവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ വീട്ടിലിരുന്ന് അവരുടെ നാട്ടിൽ നിന്ന് അള്ളാഹുവിൻ്റെ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യുന്നതിൻ്റെ പരിപൂർണമായ പ്രതിഫലം രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മെ അറിയിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അതിൽ ചില കാര്യങ്ങൾ 5 താഴെ മിനിറ്റ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. ചിലത് 15 മിനിറ്റിൽ താഴെ സമയം ചിലവഴിക്കുകയാണെങ്കിൽ ദിവസവും നമുക്ക് നേടാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. ചിലത് 1 മണിക്കൂർ നമ്മൾ സമയം ചെലവഴിച്ചാൽ, 1 മണിക്കൂറിലേറെ 2 മണിക്കൂറോളം സമയം ചെലവഴിച്ചാൽ, ഇങ്ങനെ നമുക്ക് മിനിറ്റുകളിൽ പ്രധാനപ്പെട്ട ഒരംശവും മണിക്കൂറുകളിൽ അതിൻ്റെ സിംഹഭാഗവും മണിക്കൂറുകളും ചെലവഴിച്ചാൽ പോലും നേടാൻ സാധിക്കുന്ന ലളിതമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിയമമാക്കപ്പെട്ട അമലുകൾ. അതിലൊന്നാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മശാ ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ ഫിൽ ജമാഅ ഫഹിയ കഹജ്ജത്തിൻ. വേറെ ചില റിവായത്തുകളിൽ കാണാം, മൻ മശാ ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ വഹുവ മുതതഹിറുൻ കാന ലഹു കഅജ്രിൽ ഹജ്ജിൽ മുഹ്രിം. ആരാണോ നിർബന്ധമായ നിസ്കാരങ്ങൾക്ക് വേണ്ടി ശുദ്ധി വരുത്തി വുദൂ ഉള്ളവനായി മസ്ജിദിലേക്ക്, ജമാഅത്ത് നടക്കുന്ന മസ്ജിദിലേക്ക് നടന്നു വന്നത്, നിസ്കാരം ഉദ്ദേശിച്ചു പുറപ്പെട്ടു വന്നത്, ഫഹിയ കഹജ്ജത്തിൻ, അവന് ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നതാണ്. വമൻ മശാ ഇലാ സ്വലാത്തി തതവ്വുഇൻ ഫഹിയ കഉംറത്തിൻ താമ്മത്തിൻ. ഇനി ഒരു ഐച്ഛികമായ സുന്നത്ത് നിസ്കാരം ഉദ്ദേശിച്ചിട്ടാണ് അവൻ മസ്ജിദിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്, ശുദ്ധി വരുത്തി, ഫഹിയ കഉംറത്തിൻ താമ്മത്തിൻ, ഒരു പരിപൂർണമായ ഉംറ നിർവഹിച്ചതിന്റെ പ്രതിഫലം അല്ലാഹുവിനെ രേഖപ്പെടുത്തുന്നതാണ് ഇൻഷാ അല്ലാഹ്. വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം, വമൻ മശാ ഇലാ സുബ്ഹത്തിൽ ളുഹാ കാന ലഹു കഅജ്രിൽ മുഅ്തമിർ. ആരാണോ മസ്ജിദിലേക്ക് ളുഹാ നമസ്കാരം ഉദ്ദേശിച്ച് ശുദ്ധി വരുത്തി ഒരുങ്ങി പുറപ്പെട്ടു വന്നത്, അങ്ങനെ ളുഹാ നിസ്കാരം മസ്ജിദിലെത്തി നിർവഹിച്ചത്, കാന ലഹു കഅജ്രിൽ മുഅ്തമിർ, ഉംറ ചെയ്തവന്റെ ഒരു ഉംറയുടെ പരിപൂർണമായ പ്രതിഫലം അള്ളാഹുവിനെ രേഖപ്പെടുത്തുന്നതാണ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മസ്ജിദുകളിലേക്ക് വീട്ടിൽ നിന്നോ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നോ ജോലി സ്ഥലങ്ങളിൽ നിന്നോ ശുദ്ധി വരുത്തി നിസ്കാരം മാത്രം ലക്ഷ്യമാക്കി 5 നേരവും അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ, ഒരു മസ്ജിദിൽ ജമാഅത്ത് നടക്കുന്ന ഇടങ്ങളിൽ എത്തി അവൻ നമസ്കാരം നിർവഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നത് ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണ്. ഒരു നേരത്തെ നിസ്കാരത്തിന്
ഒരു നേരത്തെ നിസ്കാരത്തിന് 5 നേരവും ഇപ്രകാരം മസ്ജിദിലെത്തി ജമാഅത്തായി നിസ്കാരം നിർവഹിക്കുന്ന മുസ്ലിമീങ്ങൾ ഒരു ദിവസത്തിൽ 5 ഹജ്ജ് നിർവഹിച്ച നേട്ടം, പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രേഖപ്പെടുത്തുമെന്നാണ് ഒരു ദിവസത്തിൽ. അപ്പോൾ ഒരു മാസത്തിലോ 150 ഹജ്ജ് നിർവഹിച്ച പ്രതിഫലമാണ്. ഒരു വർഷത്തിലോ 1500-ലധികം ഹജ്ജ് നിർവഹിച്ച പ്രതിഫലമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് ഈ പ്രതിഫലം വീട്ടിലിരുന്ന്, നാട്ടിൽ നിന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത നമുക്ക് നേടാൻ സാധിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, മൻ സ്വല്ലൽ ഗദാത ഫീ ജമാഅത്തിൻ ثم قعد يذكر الله حتى تطلع الشمس. ആരാണോ സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചത്, ശേഷം നിസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം അവൻ മസ്ജിദിൽ തന്നെ ഇരിക്കുകയും ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചെയ്ത് ഖുർആൻ പാരായണം ചെയ്ത് അല്ലാഹുവിന്റെ മസ്ജിദിൽ അവനെ സ്മരിച്ചുകൊണ്ട് അവൻ ഇരുന്നു, ഹത്താ തത്ലുഅ അശംസ്, സൂര്യൻ ഉദിക്കുന്നവരെ, സൂര്യൻ ഉദിക്കുവോളം അവൻ അവിടെ തന്നെ ഇരുന്നു. സുമ്മ സ്വല്ല റക്അതൈൻ, സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു കുന്തത്തിന്റെ അളവ് അത് ഉയർന്നു കഴിഞ്ഞാൽ സൂര്യോദയത്തിന് 15-20 മിനിറ്റിന് ശേഷം അവൻ 2 റക്അത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചു. കാനത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ചു. താമ്മത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ, പരിപൂർണമായ 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 ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നോക്കൂ നിങ്ങൾ, ദിവസവും സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ച് മസ്ജിദിൽ സൂര്യോദയം വരെ ദിക്റിലായി കഴിച്ചുകൂട്ടി സൂര്യൻ ഉദിച്ചതിന് ശേഷം 15-20 മിനിറ്റോ കാത്തിരുന്ന് അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് ഐച്ഛികമായ നിസ്കാരം സ്വലാത്തുൽ ഇശ്റാഖ് എന്ന പേര് ഈ നിസ്കാരത്തിനുള്ളതാണ്. ളുഹായുടെ ആദ്യ സമയത്തിൽ നിർവഹിക്കുന്ന ഈ 2 റക്അത്ത് നിസ്കാരം, അതിനൊരു ഹജ്ജും ഉംറയും പൂർണ്ണമായി നിർവഹിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വാഗ്ദാനം നൽകുന്നു. ഇത് ദിവസവും നിർവഹിക്കുന്നവർക്ക് ദിവസവും ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തെ പറ്റി പറയപ്പെട്ടത്, അദ്ദേഹം എല്ലാ ദിവസവും ഇതുപോലെ സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ച് സ്വലാത്തുൽ ഇശ്റാഖ് സൂര്യോദയം വരെ കാത്തിരുന്ന് നിർവഹിക്കാറുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ പതിവ് ദിനചര്യകളിൽ പെട്ടതായിരുന്നു. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഹാദിഹി ഖദ്വതി, ഇതെന്റെ പ്രഭാത ഭക്ഷണമാണ്, ഇതില്ലെങ്കിൽ എന്റെ ശരീരത്തിന്റെ ശക്തി ക്ഷയിച്ചു പോകും, എനിക്ക് ആരോഗ്യം നഷ്ടപ്പെടും, ഇതെന്റെ പ്രഭാത ഭക്ഷണമാണ്, പ്രാതലാണ് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഇത് നമ്മുടെ പ്രഭാതത്തിലെ പ്രധാന പോഷണമായി നമ്മൾ നേടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നമുക്ക് വാഗ്ദാനം നൽകുന്നത് ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും പൂർണ്ണമായ പ്രതിഫലമാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് സ്വഹാബികളിലെ ദരിദ്രരായ, പാവപ്പെട്ടവരായ, സാമ്പത്തിക ശേഷി കുറഞ്ഞ ചിലർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രയാസം ബോധിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലേ, ذهب أهل الدثور من الأموال بالدرجات العلى والنعيم المقيم يصلون كما نصلي ويصومون كما نصوم ولهم فضل من أموال يحجون بها ويأتمرون ويجاهدون ويتصدقون. അല്ലാഹുവിന്റെ റസൂലേ, സമ്പന്നർ, അല്ലാഹു സമ്പത്ത് നൽകി അനുഗ്രഹിച്ചവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർ ആ സമ്പത്ത് ഉപയോഗിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ച് ഉന്നതമായ പ്രതിഫലവും നിലനിൽക്കുന്ന സ്വർഗത്തിലെ പദവികളും അവർ നേടിയെടുക്കുകയാണ്. അവർ ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നോമ്പെടുക്കുന്ന പോലെ നോമ്പെടുക്കുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് അല്ലാഹു അധികമായി നൽകിയ സമ്പത്ത് കൊണ്ട് അവർ ഉംറ ചെയ്യുന്നുണ്ട്, ഹജ്ജ് നിർവഹിക്കുന്നുണ്ട്, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, ആ ഒരു പ്രതിഫലം കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ നടന്നുപോയി, നന്മകളിൽ ഞങ്ങളെ മുൻകടന്നുപോയി, ഞങ്ങൾക്ക് അവരോടൊപ്പം എത്താൻ സാധിക്കുന്നില്ലല്ലോ, ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് അവർക്ക് നൽകിയതുപോലെ നൽകിയിട്ടില്ലല്ലോ, അത് കാരണത്താൽ എന്നവർ പ്രയാസം ബോധിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, സ്വഹാബത്തിന്റെ നന്മയിലുള്ള മുന്നേറ്റത്തിന്റെ ആഗ്രഹം, നന്മയിൽ മത്സരിച്ച് മുന്നേറണമെന്ന അവരുടെ അഭിവാഞ്യ, ഇത് നമുക്ക് നഷ്ടപ്പെട്ട സ്വത്താണ്. മുസ്ലിമീങ്ങൾ ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ വേഗത്തിൽ തിടുക്കത്തിൽ മത്സരിച്ച് മുന്നേറുന്നവരാണ്. സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നഹ്, അല്ലാഹുവിന്റെ കൽപ്പനയാണത്, സ്വർഗ്ഗത്തിനും അല്ലാഹുവിന്റെ പാപമോചനങ്ങൾക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ബാദിറു ബിൽ അമാൽ, സൽക്കർമ്മങ്ങളിലേക്കും തിരക്കിട്ട് മത്സരത്തോടെ മുന്നേറേണ്ടവരാണ് നാം. സ്വഹാബത്തിനെ പോലെ അവരുടെ പരാതി അതായിരുന്നു, ഞങ്ങൾക്കത് സാധിക്കുന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആശ്വാസം പകർന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഹദ്ദിസുകും ബിഅംരിൻ ഇൻ അഖദ്തും ബിഹി അദ്റത്തും മൻ സബഖകും. എങ്കിൽ നിങ്ങൾക്ക് ആശ്വാസമായി ഞാൻ ഒരു കാര്യം അറിയിച്ചു തരാം. നിങ്ങൾ അത് മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങളെ മുൻകടന്നു എന്ന് പറയുന്ന സമ്പന്നർ, അവരെ നിങ്ങൾക്ക് മുൻകടക്കാൻ പറ്റും. അവർ നിങ്ങളുടെ മുമ്പിലാകുകയില്ല. വലം യുദ്രിക്കും അഹദുൻ ബഅദകും. നിങ്ങൾ മാത്രമാണ് അത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത് ചെയ്തതിന് ശേഷം ഒരാളും നന്മയിൽ നിങ്ങളെ മുൻകടക്കുകയില്ല. വകുൻതും ഖൈറ മൻ അൻതും ബൈന ലഹറാനൈഹി ഇല്ലാ മൻ അമില മിസ്ലഹു. നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്നവരിൽ ഇത് ചെയ്യാത്ത ആളുകൾ നിങ്ങൾക്ക് മുന്നിലെത്തുകയില്ല, നന്മയിൽ നിങ്ങളെ മുൻകടക്കുകയില്ല, നിങ്ങളെക്കാൾ പ്രതിഫലത്തിൽ ശ്രേഷ്ഠരാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വാസവാക്കുകൾ അവർക്ക് ആദ്യം നൽകി ആ നന്മയെ അറിയിച്ചു കൊടുക്കുകയാണ്. ഏതാണ് സഹോദരങ്ങളെ ആ നന്മ? ഏതാണ് ആ നന്മ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുസബ്ബിഹൂന വതഹ്മദൂന വതുകബ്ബിറൂന ഖൽഫ കുല്ലി സ്വലാത്തിൻ 33. നിങ്ങൾ എല്ലാ ഫർള് നിസ്കാരങ്ങളുടെയും ശേഷം 33 തവണ സുബ്ഹാനല്ലാഹും 33 തവണ അൽഹംദുലില്ലാഹും 33 തവണ അല്ലാഹു അക്ബറും ഉരുവിടുക. എങ്കിൽ ഹജ്ജും ഉംറയും സ്വതക്കയും സമ്പത്ത് കൊണ്ട് അതിന്റെ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടിയവരെക്കാൾ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ മുൻകടക്കുന്ന പ്രതിഫലം നൽകുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ ഈ 33 തവണയുള്ള അൽഹംദുലില്ലാഹും സുബ്ഹാനല്ലാഹും അല്ലാഹു അക്ബറും ചൊല്ലാൻ വരെ നമുക്ക് സമയമില്ല. ജമാഅത്തിനെത്താൻ നമുക്ക് സമയമില്ല. എങ്ങാനും ജമാഅത്തിനെത്തിയാലോ അബദ്ധവശാൽ സലാം വീട്ടി പൊടിയും തട്ടി ഒരു 3 അസ്തഗ്ഫിറുല്ലാഹ് പോലും പറയാൻ മാത്രം ക്ഷമയില്ല നമുക്ക്. നമ്മുടെ തിരക്ക് നമ്മൾ അതിന് അനുവദിക്കുന്നില്ല. 33 തവണ തഹ്മീദും തസ്ബീഹും തക്ബീർ നമ്മൾ ഉരുവിട്ട് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പത്ത് കൊണ്ട് ഹജ്ജും സ്വതക്കയും നിർവഹിക്കുന്നവരെക്കാൾ നമുക്ക് പ്രതിഫലം നൽകുമെങ്കിൽ നമ്മൾ ഇത് പാഴാക്കിക്കൂടാ. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതാണ് മൂന്നാമത്തെ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ മറ്റൊരു കാര്യം നമ്മെ അറിയിച്ചു. മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു കാന ലഹു കഅജ്രി ഹാജ്ജിൻ താമ്മൻ ഹിജ്ജതുഹു. കാന ലഹു കഅജ്രി ഹാജ്ജിൻ താമ്മൻ ഹിജ്ജതുഹു. ആരാണോ പ്രഭാതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മസ്ജിദുകളിൽ ഒരു മസ്ജിദിലേക്ക് അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് ഖൈറായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടു വന്നത്, ഔ യുഅല്ലിമഹു അതല്ലെങ്കിൽ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു വന്നത്, കാന ലഹു കഅജ്രി ഹാജ്ജിൻ താമ്മൻ ഹിജ്ജതുഹു പൂർണ്ണമായ ഒരു ഹജ്ജ് നിർവഹിച്ചതിന്റെ പ്രതിഫലം അവന് നൽകുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ഒരു മസ്ജിദിൽ ദീൻ പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരുങ്ങി പുറപ്പെട്ടു വരികയും അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ നിന്ന് ദീൻ പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർക്കുള്ള ശ്രേഷ്ഠതയാണിത്. ഒരു പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലം പലപ്പോഴും പലർക്കും ജീവിതത്തിൽ ഒരിക്കൽ പോലും സാധിക്കാത്ത, ഇനി സാധിച്ചെങ്കിൽ തന്നെ ആ സദസ്സിലിരുന്നാൽ അരോചവും അലർജിയുമാകുന്ന ഒരു മഹത്തായ നന്മയാണിത്. എന്താണ് നമ്മളുടെ അവസ്ഥ? അള്ളാഹുവിന്റെ മസ്ജിദ്, ഈ മസ്ജിദിൽ നമുക്ക് അതിനുള്ള അവസരമുണ്ട്. നമ്മുടെ പരിസരങ്ങളിലുള്ള മസ്ജിദുകളിൽ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ നമുക്ക് അവസരങ്ങളുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം, ഒരു മണിക്കൂർ, ഒരല്പം സമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സമയമില്ല. നമ്മളത് താല്പര്യപൂർവ്വം നല്ല നീയത്തോടുകൂടി അത് വീണ്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ ദീനിൽ നിന്നുള്ള വിജ്ഞാനങ്ങൾ കരസ്ഥമാകുന്നതോടൊപ്പം അള്ളാഹു പൂർണ്ണമായ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് നമുക്ക് രേഖപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, അതോടൊപ്പം നമ്മൾ വീട്ടിൽ നിന്ന് മസ്ജിദിലേക്ക് വുളു എടുത്ത് വരികയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നിസ്കാരത്തിന്റെ വഖത്തിൽ നിസ്കാരം ഉദ്ദേശിച്ച് അവൻ വീട്ടിൽ നിന്ന് വുളു ഉണ്ടാക്കി വരികയാണ്, മസ്ജിദിൽ എത്തുവോളം അവൻ നിസ്കാരത്തിലാണ്, നിസ്കാരത്തിന് കാത്തിരിക്കുകയാണ് അവൻ മസ്ജിദിൽ, നിസ്കാരം തുടങ്ങുന്നവരെ അവൻ നിസ്കാരത്തിലാണ്, നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിന്റെ പ്രതിഫലമാണ്. അതോടൊപ്പം ദീൻ പഠിക്കാനും കൂടി ഉദ്ദേശത്തിൽ വന്നാലോ ഹജ്ജിന്റെ പ്രതിഫലമാണ്. ദീൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി മലക്കുകൾ ഈ ഭൂലോകത്തുള്ള സകല ചരാചരങ്ങളും സമുദ്രാന്തർഭാഗത്തുള്ള മത്സ്യവും മാളത്തിൽ ഒളിക്കുന്ന ഉറുമ്പും വരെ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വ്യക്തമായ പാഠങ്ങളാണ്. അതുകൊണ്ട് നാലാമത്തെ കാര്യം ഇതാണ്, അള്ളാഹുവിന്റെ മസ്ജിദുകളിലേക്ക് ദീൻ പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടി ഒരുങ്ങി പുറപ്പെടുക. പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തുന്നതാണ്. അഞ്ചാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഉംറത ഫി റമളാൻ തഅദിലു ഹജ്ജതൻ. റമളാനിലെ ഉംറ, റമളാനിലെ ഒരു ഉംറ ഒരു ഹജ്ജിനു പകരമായ പ്രതിഫലം ലഭിക്കപ്പെടുന്ന കാര്യമാണ്. റമളാനിൽ സാധിക്കുന്നവർ ഉംറ ചെയ്താൽ ആ ഉംറക്കുള്ള പ്രതിഫലം ഹജ്ജിന്റെ പ്രതിഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. സഹോദരങ്ങളെ,
ഇതൊന്നും നമ്മൾ മനസ്സ് വിചാരിച്ചാൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രയാസമില്ലാതെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ലളിതമാക്കിയ അമലുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്താൽ ഇത് നേടിയെടുക്കാൻ, പൂർണ്ണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം വാരിക്കൂട്ടാൻ, സൽക്കർമ്മങ്ങളിൽ മത്സരിച്ചു മുന്നിടാൻ, വ്യഗ്രതപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും വേണ്ടപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.